ഒരു കഥ പറയൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണും സക്കരിയ, ഫൈസല്, ജബ്ബാർ മൗലവി, ജബ്ബാർ മദീനി, അതേപോലെ തന്നെ CP സലീം, TK അഷ്റഫ് എല്ലാം ഒന്നാന്നാ നമ്മളെ വിചാരം. പക്ഷെ ഇതൊക്കെ ഓരോന്നാ, പല താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയേ ഉള്ളൂ. പണ്ട് ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വന്നപ്പോ കണ്ട ഒരു വലിയ അത്ഭുതത്തെ പറ്റി അയാൾ എഴുതിയത്രേ. കേരളത്തിൽ മാത്രം ഞാൻ കണ്ട ഒരു അത്ഭുതം, രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള, രണ്ട് വ്യത്യസ്ത രൂപമുള്ള പഴങ്ങൾ ഒരേ മരത്തിലുണ്ടായത് ഞാൻ കേരളത്തിൽ മാത്രമാണ് കണ്ടത്. അതാകട്ടെ ഒരു പഴം വലിയ പഴമാണ്, മറ്റേതാകട്ടെ ചെറിയ പഴമാണ്. ഒരു പഴം മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ അടുത്ത പഴം ഒരു ചെറിയ കണ്ണിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഒട്ടിപ്പിടിച്ച രൂപത്തിൽ നിൽക്കുന്നതാണ്. എന്താ സംഭവം അറിയാം? പ്ലാവിന്റെ മുകളിൽ കുരുമുളക് വള്ളി പടർന്നിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട്, കുരുമുളകും ഉണ്ടായിട്ടുണ്ട്. ഈ സാധു ഇങ്ങനെ നോക്കിയപ്പോ വിചാരിച്ചത് ഇത് ഒരു മരത്തിൽ രണ്ട് പഴാണ്. തിന്നോക്കുമ്പോ ഒന്നിന് നല്ല മധുരം, മറ്റേതാണെങ്കിൽ നല്ല എരിവ്. ഇത് ഒരേ മരത്തിലെ പഴൽ അതേമാതിരി ആ ഒന്ന് നല്ല മധുരമുള്ളതാണ്, മറ്റേത് എരിവുള്ളതാണ്. ഒന്ന് വലുതാണ്, മറ്റേത് ചെറുതാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നും. ഓരോന്നോരോ വിശ്വാസ. ലബ്ബയുടെ വിശ്വാസമല്ല സക്കരിയയുടേത്, സക്കരിയുടേതല്ല PN-ന്റേത്, PN-ന്റേതല്ല ഹുസൈൻ സലഫിയുടേത്, ഹുസൈൻ സലഫിന്റേതല്ല TK അഷ്റഫിന്റേത്. ഓരോന്നിനും ഓരോ വിശ്വാസം എന്നല്ല, ഓരോന്നിനും ഓരോ സൂക്കേട് എന്ന് മലയാളത്തിൽ പറയേണ്ടത്. ഇത് വിശ്വാസവും ആദർശമൊന്നുമല്ല, ഓരോന്നിനും ഓരോ അസുഖം. ഒരാൾക്ക് സലഫിനോടുള്ള വെറുപ്പ്, വേറൊരാൾക്ക് AP-നോടുള്ള വിരോധം, വേറൊരാൾക്ക് TP-നോടുള്ള വിരോധം, വേറൊരാൾക്ക് ജമിയത്തുലമയുടെ ഞാന് എന്നെ ദൗറയുടെ കൺവീനറാക്കണം എന്ന് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, എന്നിട്ട് എന്നെ ആക്കിയില്ല. സക്കരിയാന്റെ പരാതി. തൊട്ടടുത്ത് പിന്നെ പറയുന്ന ഹദീസ് എന്താ? അധികാരം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഹദീസ്. അതാണ് സലഫി നല്ലത്. പിന്നെ എന്തിനാ ദൗറന്റെ കൺവീനറാക്കാൻ ചോദിച്ചു? അതിന് വിഷമം. പിന്നെ ഞാൻ പറയുന്നത് എല്ലാരും സ്വീകരിക്കാൻ, അതിനെതിരെ തെളിവൊന്നും ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംഘടനയിൽ നടക്കൂലല്ലോ. വേറൊരാൾക്ക് എന്ത് ചെയ്യണം? ഞാൻ ഒരുപാട് പള്ളിക്ക് പൈസ കൊടുത്തില്ലേ, എന്താ പിന്നെ ഞാൻ പറയാൻ പോലെ കേട്ടാലേ? ഇവിടെ അവനാന്റെ കീശന്ന് പൈസ എടുത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് നമ്മൾ സമ്മതിക്കില്ല. പിന്നെ ആരാന്റെ പൈസ ബാക്കി തന്നോനെ നമ്മൾ സ്വീകരിക്കൽ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ വെളിയങ്കോട് ഒരാള് വന്നിട്ട് പറയുന്നു, വെളിയങ്കോട്ടുകാരനെ ഒരാള്, ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരാം, മലയാളത്തിൽ സുഖം നടത്തിക്കോളൂ, റമദാനിൽ 11 റക്അത്ത് നിസ്കരിച്ചോളൂ, സ്ത്രീകൾക്കുള്ള സൗകര്യം, മൗലിദ് വേണ്ട, റാത്തീബ് വേണ്ട, ഒന്നും വേണ്ട, അതിനൊക്കെ നിങ്ങൾ പ്രസംഗിച്ചോളൂ. ഒറ്റ കാര്യം, വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് വന്ന് ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറുമ്പോ മുഅദ്ദിൻ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു വാളെടുത്ത് മൂപ്പരെ കൈ കൊടുക്കും. അത് വാങ്ങിയിട്ട് മൂപ്പര് ആരെയും വെട്ടൊന്നും വേണ്ട, ആ വാള് വാങ്ങിയിട്ട് മിമ്പറിന്റെ മുകളിൽ മൂപ്പരുടെ വെച്ചാൽ മതി. അത് മാത്രം ചെയ്യണം തന്നെ നമ്മളെന്താ പറയാ? കാക്ക നമുക്ക് ശരിയാവും, ഞങ്ങൾക്ക് ശരിയാണ്, ബാക്കിയൊക്കെ റെഡി. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ആചാരം അത് നടത്തിയിട്ട് പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയുള്ളൂ. ഇനി അത് പറയാതെ പള്ളി ഉണ്ടാക്കി വിചാരിച്ചു. പള്ളി ഉണ്ടാക്കി നമ്മളോട് ഇയാള് വന്ന് പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂലെന്ന് നമ്മൾ പറയൂ. അത് എന്റെ കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പള്ളിയിലെ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. പിന്നെ അറബികളിരുന്ന് പൈസ വാങ്ങിയിട്ട് ഒരു സംഘടന മുഖേന നമുക്ക് പൈസ തന്ന ആള് അയാള് പറഞ്ഞ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂ. അതൊക്കെ അതിന്റെ പേര് നമ്മളോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിക്കാന്നല്ല നിവൃത്തിയുണ്ടോ? അതാ മുജാഹിദുകൾ പറഞ്ഞത്. ഈ ദേഷ്യം മാറ്റി ആദർശം പറയുക. ഇത് ജനങ്ങളോട് പറ. സക്കരിയ പറയുന്നതാണ് എന്റെ വിശ്വാസം, ഫൈസൽ പറയുന്നതാണ് എന്റെ വിശ്വാസം, ലബ്ബ പറയുന്നതാണ് എന്റെ വിശ്വാസം എന്ന് പറയാൻ ഈന് തന്റെ ഇടം കാണിക്കണം. അത് പറയാൻ പറപ്പൂര് തന്റെ ഇടം കാണിക്കണം. നിങ്ങൾ അറിയോ, ജമിയത്തുലമയുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ചക്ക് വന്നു. ഈ ഭൗതിക സഹായതട്ടം ജിന്ന് ഭൗതികാണ് എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞപ്പോ പറപ്പൂര് എഴുന്നേറ്റ് ചോദിക്കുക, അല്ല മൗലവി, എന്റെ അവിടെ ഒരു രാമൻകുട്ടി, എന്റെ അവിടെ ഒരു രാമൻകുട്ടിയുണ്ട്, ഈ രാമൻകുട്ടി പറയുന്നത് രാമൻകുട്ടീനെ ജിന്ന് സഹായിക്കുന്നുണ്ട് എന്നാണ്. ഇത് ഭൗതിക സഹായമാണെങ്കിൽ എനിക്ക് രാമൻകുട്ടീനോട് പോയി വല്ലതും ചോദിക്കാൻ പറ്റുമോ? ഞാൻ ജിന്നിനോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ രാമൻകുട്ടീനോടാ ചോദിക്കുന്നത്. രാമൻകുട്ടി ജിന്നിനോടൊരു ഭൗതിക സഹായം തരുന്നു, അപ്പൊ ഞാൻ രാമൻകുട്ടീനോട് സഹായം ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? മിണ്ടാൻ കഴിഞ്ഞില്ല. ഇത് ചോദിച്ചാളാ പറപ്പൂര്.
ജിന്നിനോട് സഹായം തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് ജാമിയ സലഫിയയിൽ വെച്ച് മദീനത്തുൽ ഉലൂമിൽ വെച്ച് എടുത്ത തീരുമാനത്തിൽ ഒപ്പുവെച്ചയാളാ പറപ്പൂര്. ആ പറപ്പൂർ ഇപ്പോ ഈ ആളുകളോട് കൂടി പ്രസംഗിക്കുന്നുവെങ്കിൽ പറയണം എന്താണ് അന്ന് ഒപ്പുവെച്ചപ്പോ സക്കരിയെ പോലെ കാപട്യമായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? മദീനത്തുൽ ഉലൂം ജാമിയ സലഫിയയിൽ വെച്ച് ഈ ചർച്ച നടക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയണം. ഈ ഇസ്ലാഹുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിക്കൊണ്ട് അതിന് മറുപടി ഓരോരുത്തരും അഭിപ്രായം പറയണം എന്ന് പറഞ്ഞപ്പോ ഒന്നാമതായി എഴുന്നേറ്റുന്ന സുഹൈർ ചുങ്കത്തറ എന്നിട്ട് പറഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞ് CD ടവറിൽ വെച്ച് ദായിമാരുടെ യോഗം നടന്നപ്പോ ഈ വിഷയം വിശദീകരിക്കുമ്പോ ഇതേ ഇസ്ലാഹ് എടുത്ത് വെച്ച് ഞാൻ ചോദിച്ചു, അല്ല സർ ഇത് ശിർക്കാണല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് ശിർക്കാണ്, ആർക്കാ തർക്കം? അത് ശിർക്കാണെന്ന് പറഞ്ഞ സുഹൈർ ചുങ്കത്തറയും ഇപ്പൊ പറഞ്ഞു നടക്കുന്നു. അങ്ങനെ ആർക്കും ഒരു വാദമില്ല. പിന്നെ ഇസ്ലാഹ് കണ്ടത് സ്വപ്ന? അത് മദീനത്തുൽ ഉലൂമിൽ ജാമിയ സലഫിയിൽ വെച്ച് ശിർക്കാണെന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ? CD ടവറിൽ വെച്ച് ശിർക്കാണെന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ? അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ എന്റെ അടുത്തിരുന്നുകൊണ്ടല്ലേ മദീനത്തുൽ ജാമിയ സലഫിയിൽ വെച്ച് അന്ന് നടന്ന യോഗത്തിൽ ഇത് ശിർക്കാണെന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമുള്ളത് ചോദിച്ചത്? ഹുസൈൻ സലഫി, സാഫി സലാഹി ചങ്ങലീരുടെ വീട്ടിൽ പോയി തർക്കിച്ചിട്ടില്ലേ ഇത് പച്ചയായ ശിർക്കാണ് എന്ന്? നാഗാപുരത്തുകാരായ പയ്യന്മാരോട് ഈ സമ്മേളനത്തിന് വന്നപ്പോൾ പോലും പറഞ്ഞിട്ടില്ലേ ശിർക്കാണ് എന്ന്? സമ്മേളന പ്രചരണത്തിന് എറണാകുളത്ത് വാഴക്കാരയിൽ വന്നപ്പോ മുട്ടത്തുള്ള ആലവക്കടുത്ത മുട്ടത്തുള്ള ഹംസയോട് പറഞ്ഞിട്ടില്ലേ ഈ വാദം ഉന്നയിക്കുന്ന സക്കരിയക്ക് വട്ടാണ് എന്ന്? എന്നിട്ടിപ്പോ അവരൊക്കെയാണ് ആദർശത്തിന്റെ ആളുകൾ.